സ്പോർട്സ് പിച്ചിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. അത് മാത്രമല്ല, വളരെ നല്ലൊരു ഫെയർ പ്ലേ ടീംസാണ് രണ്ടുപേരും. ഫെയർ പ്ലേയിൽ രണ്ടുപേരും മുന്നിലാണ്. പക്ഷെ ഇപ്പോൾ സി എസ് കെ ഒന്നാമതെത്തി. കാരണം തിലക് വർമ്മയും ഓവർട്ടണും തമ്മിൽ ഒന്ന് കൊമ്പ് കോർത്തായിരുന്നു കഴിഞ്ഞ ദിവസം. അക്കേല ഹുസൈൻ എന്നിട്ട് ആ വിക്കറ്റ് എടുത്തതിന് പ്രതികാരവും വീട്ടി. എന്നിരുന്നാൽ കൂടി ആ തിലക് വർമ്മയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക്, ഫെയർ പ്ലേ അവാർഡിൽ നാലാം സ്ഥാനത്തേക്ക് മുംബൈ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നും രണ്ടും സ്ഥാനത്തായിരുന്നു സി എസ് കെയും മുംബൈയും. അപ്പോൾ ഇന്നലെ പക്ഷെ കണ്ട ഏറ്റവും മികച്ചൊരു ഫെയർ പ്ലേ എന്താണെന്ന് വെച്ചാൽ, സഞ്ജു സെഞ്ചുറി അടിച്ചതിന് ശേഷം ആദ്യം തിലക് വർമ്മ വന്ന് അഭിനന്ദിക്കുന്നു, അതിനുശേഷം ബുംറ വന്ന് അഭിനന്ദിക്കുന്നു, അതിനുശേഷം സൂര്യകുമാർ യാദവ്, അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ എല്ലാവരും വന്ന് സഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് കടന്നു പോയത്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എൽ ക്ലാസിക്കോ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ബദ്ധശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതിനേക്കാൾ രണ്ട് സുഹൃത്തുക്കളുടെ ഏറ്റുമുട്ടലുകളായി മാറുകയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് സി എസ് കെ പോരാട്ടം. ഇപ്പോൾ ശരിക്കും ശത്രുക്കൾ പോലെ പോരാടുന്നത് ബാംഗ്ലൂരാണ്, ആർ സി ബി ആണ്. ആർ സി ബി ആയിട്ട് വരുമ്പോഴാണ് ആ ഒരു വാശി. കാരണം ഒരു കപ്പടിച്ചതിന് ശേഷം ഇവന്മാരുടെ അഹങ്കാരവും ഇവന്മാരുടെ ഒരു ധാർഷ്ട്യവും സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഇവന്മാരായിട്ടാണ് കളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വാശി സി എസ് കെക്ക് ഇപ്പോൾ വരുന്നത്. അത് മുംബൈ ഇന്ത്യൻസിനായാലും ആർ സി ബി ആയിട്ടുള്ള കളി വളരെ പേഴ്സണലാണ്. അതാണ് ഒരു എൽ ക്ലാസിക്കോ എന്നൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോലെയൊക്കെയാണ്. പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്. ഇപ്പോൾ വളരെ വലിയ വാശിയേറിയ പോരാട്ടമാണ് ആർ സി ബിക്കെതിരെ കളിക്കുമ്പോൾ, സി എസ് കെക്കും അതുപോലെ തന്നെ മുംബൈക്കും. പക്ഷേ മുംബൈ ഇന്ത്യൻസ് സി എസ് കെ പോരാട്ടം അതൊരു സൗഹൃദ മത്സരമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഐ പി എൽ മുതൽ വളരെ നല്ല സുഹൃത്തുക്കളായി സി എസ് കെയും മുംബൈ ഇന്ത്യൻസും മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അഞ്ചഞ്ച് കിരീടം വീതം നേടി ഈ ഒരു ടൂർണമെന്റിന്റെ തന്നെ മികച്ച രണ്ട് ടീമുകളാണ് സി എസ് കെയും മുംബൈ ഇന്ത്യൻസും. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പോൾ മികച്ച സുഹൃത്തുക്കളാണ്. അവരുടെ രണ്ടുപേരുടെയും ഈക്വൽ ആയിട്ടുള്ള ഒരു ബദ്ധശത്രു, അല്ലെങ്കിൽ അവരെ ബദ്ധശത്രുവായി കണ്ട് ഭയങ്കരമായ ധാർഷ്ട്യവും അഹങ്കാരവും കാണിക്കുന്നത് ആർ സി ബി ആണ്. അതുകൊണ്ട് ആർ സി ബി ആയിട്ടുള്ള മാച്ചായിരിക്കും കുറെ കൂടി ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കളിക്കുക. എന്നിരുന്നാലും സഞ്ജു സാംസൺ ഇന്നലെ ഒരുപാട് റെക്കോർഡുകൾ തികച്ചു. സി എസ് കെക്ക് വേണ്ടി 2 സെഞ്ചുറി നേടുന്ന ബാറ്റർ, വിക്കറ്റ് കീപ്പർ, ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റർ. ആദ്യത്തെ സെഞ്ചുറിയും സഞ്ജു സാംസൺ ആ റെക്കോർഡ് കൂടി തന്നെയാണ്. കാരണം സി എസ് കെക്ക് വേണ്ടി സെഞ്ചുറി അടിച്ച ഒരു വിക്കറ്റ് കീപ്പർ പോലും ഇല്ലായിരുന്നു. ധോണി പോലും സെഞ്ചുറി അടിച്ചിട്ടില്ല. അത് പിന്നെ ധോണിയുടെ പൊസിഷൻ അങ്ങനെ താഴെ ആയതുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ സഞ്ജു സാംസണിലുള്ള വിശ്വാസം സി എസ് കെക്ക് വളരെ വലുതായിരിക്കുകയാണ്. സി എസ് കെ അങ്ങനെ ആരും ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ട്രേഡായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസണെ സി എസ് കെ ട്രേഡ് ചെയ്ത് എടുത്തത്. ആദ്യം കുറെ പേര് ജഡേജയെ മാറ്റി, സാംകറിനെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സഞ്ജുവിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസൺ ഒന്നും ചിരിക്കുന്നു പോലുമില്ല എന്നൊക്കെ ചെന്നൈ ആരാധകർ പറഞ്ഞിരുന്നു. ആദ്യ കുറച്ച് കളിയിൽ സഞ്ജു ഫോം ഔട്ട് ആയിരുന്നല്ലോ. പക്ഷെ അതിനെല്ലാം ശേഷം ചിരിയിലൂടെയോ വലിയ വലിയ വാക്കുകളിലൂടെയോ അല്ലാതെ തൻ്റെ ബാറ്റിലൂടെ സഞ്ജു മറുപടി കൊടുത്തപ്പോൾ ഇത് താണ്ട ദ ബെസ്റ്റ് ട്രേഡ് ഇൻ ദ ഐ പി എൽ ഹിസ്റ്ററി എന്ന് സി എസ് കെ ആരാധകർ തന്നെ പറഞ്ഞു. യെസ്, ഇത് താണ്ട ദ ബെസ്റ്റ് ട്രേഡ് ഇൻ ദ ഐ പി എൽ ഹിസ്റ്ററി, ദ വൺ ആൻഡ് ഓൺലി സഞ്ജു സാംസൺ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികൾ ഏത് ടീമിൻ്റെ സപ്പോർട്ടേഴ്സ് ആയാലും, ഈ മുംബൈ ഇന്ത്യൻസിൻ്റെ സപ്പോർട്ടേഴ്സ് ആയാലും ആർ സി ബിയുടെ സപ്പോർട്ടേഴ്സ് ആയാലും ഏത് ടീമിൻ്റെ സപ്പോർട്ടേഴ്സ് ആയാലും സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗ്, സഞ്ജു സാംസണിൻ്റെ സെഞ്ചുറിയൊക്കെ നമുക്ക് നൽകുന്ന ഒരു പേഴ്സണൽ ഫീല്, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അത് വളരെ വളരെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹിമാലയം കീഴടക്കിയ ഒരു ആവേശത്തിലാണ് മലയാളികൾ. ആ അഭിമാന കൊടുമുടിയിലാണ് നമ്മളെ കൊണ്ടുവന്ന് സഞ്ജു സാംസൺ എത്തിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് മികച്ച ഇന്നിങ്സുകൾ സഞ്ജുവിന് കളിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു 101 റൺസിന്റെ പ്രകടനത്തോടു കൂടി സഞ്ജു സാംസൺ ഓറഞ്ച് ക്യാപ്പ്, ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചവർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ 3-ാം സ്ഥാനത്ത് 293 റൺസ് എടുത്ത്, 7 കളികളിൽ നിന്ന് 293 റൺസ് എടുത്ത് 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ സഞ്ജുവിനെ തുടർന്ന് വരുന്നുണ്ട്. ഇനിയും വാക്കുകൾ ഇടറുന്നു, കുറേ നേരമായി നിർത്താതെ സംസാരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഒരുപാട് സെഞ്ചുറികളും ഒരുപാട് മികച്ച ഇന്നിങ്സുകളും ടീമിനെ വിജയിപ്പിക്കുന്നതിലോട്ട് സഞ്ജുവിന് പറ്റട്ടെ. സ്പോർട്സ് പിച്ചിന്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് സഞ്ജുവിന്റെ ഈ ഒരു കരിയറിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രകടനങ്ങളെ വിലയിരുത്തുന്നത്? സി എസ് കെക്ക് സഞ്ജു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സി എസ് കെ എന്നുള്ളത് ചേട്ടൻ സൂപ്പർ കിങ്സ് ആയി മാറുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നല്ലൊരു വീക്കെൻഡ് ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.